എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോട്ട് കീഴിലേക്ക് പോവാം. യെസ് ഹറിബറി അല്ല ടൈല് ആണ്. എടുത്തോ, നീ തന്നെ തുടങ്ങാല്ലേ? ഓക്കെ. ഫസ്റ്റ് കിഴി ജിനേഷ് ഫസ്റ്റ് കിഴി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. കൊടുക്കടാ, കൊടുക്ക്, ഗംഭീരമായിട്ട് കൊടുക്ക്. ഗംഭീരമായിട്ട് കൊടുക്കുക അല്ലേ? പ്രശാന്ത് വർമ്മ, വിജയ് ദേവാരകൊണ്ട സിനിമയുടെ, അതായത് അവർ ഒരുമിക്കുന്ന ഒരു പുതിയ സിനിമ വരാൻ പോകുന്നു. അനൗൺസ്മെന്റ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും. ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. സയൻസ് ഫിക്ഷനും കൊണ്ട് ഇപ്പൊ കുടുങ്ങുമോ? സയൻസ് ഫിക്ഷൻ വേണേ. സയൻസ് ഫിക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും സയൻസ് ഫിക്ഷൻ ആയാലും വിജയ് ദേവാരകൊണ്ടയുടെ സയൻസ് ഫിക്ഷൻ ഏതാ? ഇതിന് വന്നിട്ടുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ പിന്നെ വിഷയമല്ല. ഓക്കെ. അടുത്ത കിഴി മെഗാ 156. മെഗാ സ്റ്റാർ ചിരഞ്ജീവി നായകനാവുന്ന 156ാമത്തെ സിനിമ, അതായത് വസിഷ്ഠ സംവിധാനം ചെയ്യുന്ന സിനിമ. നമ്മുടെ ബിംബിസാരയുടെ സംവിധായകനാണ്. സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. വിശ്വംഭര എന്നായിരിക്കും സിനിമയുടെ ടൈറ്റിൽ. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിശ്വംഭര എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് റൂമേഴ്സ് വന്നിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ അത് ഒഫീഷ്യലായി വിശ്വംഭര. അടുത്തത് വിവേകാനന്ദൻ വൈറലാണ്. വൈറലാവുന്നുണ്ട് 19-ാം തീയതി. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. ജനുവരി 19-നാണ് സിനിമ റിലീസ് ആവുന്നത്. ഓക്കെ. ഷൈൻ ടോം ചാക്കോ, പിന്നെ സ്വാസികയുടെ മണ്ടത്തരം എൻ്റെ അമ്മു. അതായത് പാമ്പില്ലേ, പാമ്പിനെ കുത്തിയ പാമ്പില്ലേ, അതിനെ കൊണ്ട് തന്നെ വിളിച്ചു വരുത്തിയിട്ട് വിഷമിറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. പക്ഷെ അതിനെ വിമർശിക്കാനും തോന്നുന്നില്ല. ഇനി അത് സംഭവിച്ചിട്ടുണ്ടോന്നോ? അതോ അതുകൊണ്ടല്ല, മനസ്സിലായി, വിമർശിക്കാനാണ് തോന്നൂല. അത് പോട്ടെ. എന്തായാലും മണ്ടത്തരം പറഞ്ഞു എന്നെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു സംഭവം മണ്ടത്തരാ. അതല്ല, ഇത് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ശരിയാ. അതായത് ആളെ വിമർശിക്കാൻ വിശ്വാസികളായ ആർക്കും പറ്റൂല, കാരണം എല്ലാം ഒരേപോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ. അത് വിശ്വസിക്കാമെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ. അടുത്ത കിഴി, അതായത് കമൽ സംവിധാനം ചെയ്യുന്ന സിനിമ കേട്ടോ. വിവേകാനന്ദൻ വൈറലാണ്. എന്തോ പറ്റിയല്ലോ. തങ്കലാൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ പൊങ്കൽ സ്പെഷ്യൽ പോസ്റ്ററാണ്. ഗംഭീര പോസ്റ്ററാണ്. ഇതിൻ്റെ പിന്നെ എല്ലാം വേറെ ലെവലാണല്ലോ. പാരഞ്ജിത്ത് മൂവി സിനിമയുടെ റിലീസ് ഡേറ്റ് അതായത് ഏപ്രിലായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും ജനുവരി 25-ന് നന്നായി. ഏപ്രിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ അടിയാ. ഏപ്രിൽ അതായത് ഏപ്രിൽ തന്നെയല്ലേ ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും വരിക. കങ്കുവ മാറ്റൂലേ? കങ്കുവ ചിലപ്പം ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും. 11 ഏകദേശം ഒരേ മാസത്തിൽ ഇറക്കും. 2 സിനിമ ഇറക്കുന്നത് ഒരേ ടീമാണല്ലോ. അതൊന്നും ഒരു വിഷയം തന്നെ ആയിരിക്കില്ല. നീ സിനിമ കങ്കുവ അല്ലെങ്കിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് മറ്റേ ലാസ്റ്റിലേക്ക് വിട്ടാൽ മതിയല്ലോ. അടുത്തത് യോധ സിനിമയുടെ റിലീസ് മാർച്ച് 15-ാം തീയതി. സിദ്ധാർത്ഥ് മൽഹോത്രയാണ് നായകനായിട്ട് വരുന്നത്. ഇതിന് നേരത്തെ ആയിരുന്നു, ഇത് പിന്നെ മാറ്റിയതാണ്. അടുത്ത കീഴ് LLB സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ജനുവരി 19-നായിരുന്നു റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2-നാക്കിയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ശ്രീനാഥ് ബാസിയൊക്കെയാണ് പ്രധാന റോളിലെത്തുന്നത്. ഓക്കെ. AM സിദ്ദീഖാണോ MA സിദ്ദീഖാണോ? AM സിദ്ദീഖ്. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഡബ്ബിംഗ് ആയിരുന്നു ചെന്നൈയിൽ. അതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സ്റ്റില് പുറത്തു വന്നിട്ടുണ്ട്. കണ്ടപ്പോ എന്തോ ഒരു ഫീൽ. അതൊരു സത്യം. അത് തന്നെയാണല്ലോ സിനിമയും. അതായത് നിവിൻ പോളി. അതെ, ഈ ഫോട്ടോയ്ക്ക് ഫീൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലെ ടീമുണ്ട്. എല്ലാവരോട് ഒരുമിക്കുമ്പോൾ ഉള്ളൊരു അത് റീയൂണിയൻ തന്നെ. പ്രണവ്, ധ്യാന്, പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, പിന്നെ നിവിൻ പോളി. ഓക്കെ. അടുത്ത കിഴി
ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അൽഫോൺസ് പുത്രന്റെ കൂടെയുള്ള ഫോട്ടോകളും ആ അതും ഉണ്ടായിരുന്നു കേട്ടോ. അൽഫോൺസ് പുത്രനും വിനയ് ശ്രീനിവാസനും നിവിൻ പോളി പോളിയുള്ള ഫോട്ടോ ഉണ്ട്. അടുത്തത് ഫിലിപ്സ് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ് അറിയാമോ? ജനുവരി 19. ജനുവരി 19. നല്ല മോശമില്ലാത്ത അഭിപ്രായം നേടിയ സിനിമയാണ്. തീർച്ചയായിട്ടും അത് നല്ല അത്യാവശ്യം നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമ കേട്ടോ. യെസ്. അടുത്തത് എബ്രഹാം ഓസ്ലർ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ. ഓക്കെ. കേരള 11.55 CR, ഓക്കെ. വേൾഡ് വൈഡ് 25 CR. ഓക്കെ. ഓക്കെ. അടുത്ത കിഴി മമ്മൂട്ടി അയ്യങ്കാളിയാവുന്നു. അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും മച്ചാനെ? പൊളിക്കോ? സംഭവം കൊള്ളാം, പക്ഷെ നടക്കണം. പക്ഷെ അയ്യങ്കാളി ആവണ്ടേ? അതാണ്, നടക്കണം, നടന്നാലേ കാര്യമുള്ളൂ. അതെ. എന്താണ് ഇതിന്റെ പേരിട്ടിരുന്നത്? കുതിരവൻ. ഇതൊക്കെ ആള് തന്നെ തീരുമാനിച്ചാണ് ഇതിന്റെ ഡയറക്ടർ, അതായത് അരുൺ രാജ്. ആളാണ് ഇതിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിലും. പിന്നെ ആളെ മമ്മൂട്ടി കമ്പനി അങ്ങോട്ട് വിളിച്ചു എന്നും സിനിമ കേട്ടിട്ട് മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പക്ക ഫേക്കാട്ടോ. നമുക്ക് അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞതും പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. ഇയാൾ എന്തൊക്കെയാണോ ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാം വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ. വാർത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സത്യം എന്നുള്ളതല്ലല്ലോ, ഒരിക്കലും അല്ല. ഇത് റൂമേഴ്സ് ആയിട്ട് അങ്ങ് പോകുക, അതുകൊണ്ട് അതിലൂടെ അങ്ങ് കടത്തിയതാണ്. അതാണ് അതിന്റെ ഇടയിൽ കൂടി ഒന്ന് കടത്തി വിട്ട് നോക്കിയതാണ്. അപ്പൊ അയ്യങ്കാളി ഇല്ല. അപ്പം അടുത്ത കിഴി നോക്കാം. ഓക്കെ. അല്ല പിന്നെ ടർബോ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കുന്നത് കൊച്ചിയിലാണ്. ഷൂട്ട് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും സിനിമയിൽ 1000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ലൊക്കേഷനിൽ കേട്ടോ. ഒരു പള്ളിപ്പെരുന്നാളാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെതായ സെറ്റും അതിന് മാത്രം ആളുകളും വമ്പൻ ഷൂട്ടാണല്ലേ. പള്ളിപ്പെരുന്നാളിന് അത്രയും 1000-ലധികം ആൾക്കാരൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ ഒരു പള്ളിപ്പെരുന്നാളും അതിന്റെ ഇടയ്ക്കുള്ള പൊടി വാർന്ന അടി. അതെ. ഓ മോനെ പൊളിക്കും. അല്ലളിയാ വേറെ കാര്യം പറയട്ടെ. അപ്പൊ നിനക്ക് മമ്മൂട്ടിന്റെ കിട്ടി ഉള്ളതാ, എനിക്ക് മമ്മൂട്ടിന്റെ കിട്ടി ഇല്ലാത്തത്. അതങ്ങനെ കിട്ടുള്ളൂ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യങ്കാളിയാണോ? അയ്യങ്കാളി. ഓക്കെ. അടുത്ത കിഴി. ഓക്കെ. ഇന്ത്യൻ 3, ഇന്ത്യൻ 2 അല്ല, ഇന്ത്യൻ 3 ഒഫീഷ്യലി കൺഫേം. അതായത് നമ്മുടെ കമൽ ഹാസൻ തന്നെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 തമിഴ് ഇതിൻ്റെ വേദിയിൽ വെച്ചാണ് ആളിത് കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ 3 ഉറപ്പിച്ച്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാവും എന്നുള്ള മറ്റേ ശങ്കർ തന്നെ പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പൊ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം. പക്ഷെ അപ്പോഴത് അങ്ങനെ അങ്ങനെയാണ് അങ്ങ് എടുത്ത് പറഞ്ഞ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് മലൈക്കോട്ടെ വാലിബൻ. അതുള്ളത് ഈ കിഴി നിജം സിനിമയുടെ ബുക്കിംഗ് UAE-ലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 35 രാജ്യങ്ങളിലാണ് യൂറോപ്പിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ തകർത്ത് വാരിയിട്ടായിരിക്കും തരും. അത്രേ ഉള്ളൂ. എന്തായാലും വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ. അതായത് മലൈക്കോട്ടെ വാലിബൻ്റെ UAE-ൽ അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയതിൻ്റെ ബന്ധപ്പെട്ട് ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ ഡ്യൂറേഷൻ 2 മണിക്കൂർ 40 മിനിറ്റ് വേണം. ഓക്കെ. ഒരു 8 മിനിറ്റ് കൂടുതലുണ്ട് അല്ലേ? അതെ. അത് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പരസ്യം കണക്കൂട്ടിയിട്ടായിരിക്കും. അവര് നമുക്ക് തെറ്റിന്ന് പറഞ്ഞിട്ട് ഫാലിമിക്ക് ഫാമിലി എന്ന് എഴുതിയ ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.